വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ഒരു വീടിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു കാരണവശാലും നട്ടുവളർത്തുവാൻ പാടില്ലാത്ത ചില ചെടികളുണ്ട്. ഈ ചെടികൾ വീട്ടിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അവ വളരുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് അനർത്ഥം സംഭവിക്കുകയും അതോടൊപ്പം തന്നെ ആ വീട്ടിൽ കണ്ണീര് തോരാത്ത തരത്തിലുള്ള ദുരിതങ്ങളും പലതരത്തിലുള്ള കഷ്ടതകളും ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന ഏതെങ്കിലും ചെടികൾ നിങ്ങളുടെ വീടിൻ്റെ ഈ ഭാഗങ്ങളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ നിന്ന് അവ പറിച്ചു കളയുക തന്നെ വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല ദുരിതങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് വാസ്തവം. അപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ അതാത് ദിശകളിൽ അല്ലാതെ ഒരു കാരണവശാലും നട്ടുവളർത്തുവാൻ പാടില്ലാത്ത 9 ചെടികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് വ്യക്തികൾക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ള അനുഭവങ്ങളിലൂടെയും നേരിട്ട് കണ്ടിട്ടുള്ളവർ ഒരുപാടുണ്ടാകും. കാരണം വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ 100% ഉറപ്പിച്ച് പറയാവുന്ന കാര്യങ്ങളാണ് ഇവ. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുവാൻ പോകുന്ന ചെടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ വീടുകളിൽ വളർത്തുകയും അതിനുശേഷം നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളതുമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ എഴുതി അറിയിക്കുക. അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യമായി നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീടിനോട് ചേർന്ന് വീടിൻ്റെ മുൻഭാഗത്തായോ വീടിൻ്റെ മുറ്റത്തോ ഒന്നും നട്ടുവളർത്തുവാൻ പാടില്ലാത്ത ഒരു മരമാണ് കടപ്ലാവ് അഥവാ കടച്ചക്ക മരം. ഈ ഒരു ചെടി മറ്റ് സ്ഥലങ്ങളിൽ മറ്റെന്തെങ്കിലും പേരുകളിലും അറിയപ്പെടുന്നുണ്ടാവാം. വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് മാറി വീടിനോട് അടുത്തല്ലാതെ നട്ടുവളർത്തേണ്ട ഒരു ചെടിയാണ് കടപ്ലാവ്. എന്നാൽ മിക്ക വീടുകളിലും തന്നെ ഈ ഒരു മരം കാണാറുണ്ട്. എന്നാൽ എത്ര സമ്പന്നതയുള്ള വീടാണെങ്കിലും ഈ ഒരു ചെടി വീടിൻ്റെ മുറ്റത്തായോ വീടിൻ്റെ തൊട്ടടുത്തായോ നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ ദുരിതങ്ങൾക്ക് അവിടെ തുടക്കമാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിർത്തി തിരിച്ച് പറമ്പിൽ എവിടെയെങ്കിലുമായി കടപ്ലാവിൻ്റെ മരം വളർത്തുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവ വീടിൻ്റെ അടുത്തൊന്നും നട്ടു വളർത്തുവാൻ നിൽക്കരുത്. വീട്ടിലുള്ളവർക്ക് അനർത്ഥങ്ങളും കടബാധ്യതകളും എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും എന്ന് വേണ്ട കഷ്ടകാലം മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ട് വീട്ടിൽ നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, വീട്ടിലുള്ള സ്ത്രീകൾക്ക് കണ്ണീരൊഴിഞ്ഞിട്ട് ഒരു നേരവും ഉണ്ടാവില്ല എന്നുള്ളതും ഈ മരം വീട്ടുപരിസരത്ത് നടുന്നതിൻ്റെ ഫലമായി വരുന്നു. ഇനി ഒരു കാരണവശാലും നിങ്ങളുടെ വീടിനോട് ചേർന്നോ നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്തോ വീടിൻ്റെ അടുത്തായോ നട്ടു വളർത്തുവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് മൊസാന്ത ചെടി. വീട്ടിലേക്ക് ദുരിതങ്ങളെയും കഷ്ടതകളെയും കണ്ണീരിനെയും ആകർഷിക്കുന്ന ഇതുപോലെ ഒരു ചെടി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് വലിയ നാശങ്ങളായിരിക്കും ഈ ചെടി നട്ടു വളർത്തുന്ന വീടുകളിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ഇനി ഈ ചെടി വാങ്ങി വയ്ക്കുന്നതിന് മുൻപ് കോടീശ്വരന്മാരായിരുന്നെങ്കിൽ പോലും ഇവ വീട്ടിൽ വളർത്തുവാൻ തുടങ്ങിയതിനു ശേഷം ആ ഭവനത്തിൽ ദാരിദ്ര്യവും ദുരിതങ്ങളും വന്നു നിറയുകയും അതോടൊപ്പം ആ വീടിൻ്റെ അധപതനം ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ഇനി എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങളിൽ നിന്ന് പറയാനാണെങ്കിൽ
വളരെ ഭംഗിയായി ജീവിതത്തിലുള്ള എല്ലാ ആഡംബരത്തോടും കൂടി ജീവിച്ചിരുന്ന ചില വ്യക്തികളുടെ ഭവനത്തിൽ പോലും ഈ മൊസാന്ത ചെടി അവർ നട്ടുവളർത്തുവാൻ തുടങ്ങിയതിന് ശേഷം ആ വീട് വരെ വിറ്റുപോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുള്ള ചിലരുണ്ട്. കാരണം ഒരു കാരണവശാലും വാസ്തുശാസ്ത്രപരമായി പറയുന്ന കാര്യങ്ങളെ നിസ്സാരമായി കാണുവാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെടി വീട്ടിൽ വളർത്തണമെന്ന് അത്രയധികം ആഗ്രഹമുണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് നിന്നും അതിർത്തി തിരിച്ച് പറമ്പിൽ വീടിനോട് അകത്തി നിങ്ങൾക്ക് നടാവുന്നതാണ്. എന്നാൽ അതിർത്തി തിരിക്കാതെ വീടിൻ്റെ അടുത്തായി ഈ ചെടി നിങ്ങൾ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് അവിടെ നിന്ന് പറിച്ചു കളയുക തന്നെ വേണം. ഇനി മൂന്നാമതായി വാസ്തുശാസ്ത്രമനുസരിച്ച് കറിവേപ്പ് മരം വീടിൻ്റെ കിണറിനടുത്തായി നിൽക്കുന്നത് വളരെയധികം ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. നാം എല്ലാവരും തന്നെ ഭക്ഷണം പാകം ചെയ്യുവാനും വളരെയധികം ഔഷധ ഗുണമുള്ളതിനാൽ ഔഷധങ്ങൾ ഉണ്ടാക്കുവാനും എല്ലാമായി നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വസ്തു തന്നെയാണ് കറിവേപ്പില. മാത്രമല്ല എല്ലാ വീട്ടിലും വേണ്ട ഒന്നുകൂടിയാണ് കറിവേപ്പ് മരം. എന്നാൽ കറിവേപ്പ് മരം നിങ്ങളുടെ വീടിൻ്റെ കിണറിനടുത്താണ് നിൽക്കുന്നതെങ്കിൽ പ്രകൃതി തന്നെ നൽകുന്ന ഒരു ശിക്ഷ എന്നതുപോലെ വീട്ടിൽ ദുരിതങ്ങളും കണ്ണീരും കഷ്ടതയും എന്തെന്നില്ലാത്ത തരത്തിൽ അധികരിക്കുകയും എത്ര സാമ്പത്തിക ഉന്നമനം അനുഭവിക്കുന്ന കുടുംബമാണെങ്കിലും അവിടെ മനസ്സമാധാനമില്ലാത്ത അന്തരീക്ഷം ഉടലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ കിണറിനടുത്തായി കറിവേപ്പ് മരം വളരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവ പറിച്ച് മറ്റൊരു സ്ഥാനത്തേക്ക് നടുകയോ പറിച്ച് കളയുകയോ ചെയ്യുക. ഇനി നാലാമതായി അതിർവരമ്പ് കെട്ടിത്തിരിക്കാതെ ഏത് വീട്ടിൽ വളർത്തിയാലും ആ വീടിനെ മുച്ചൂടെ മുടിക്കുന്ന ഒരു മരമാണ് ഇത്തി. ഈ ഇത്തി എന്ന് പറയുന്ന ചെടി നിങ്ങൾ നട്ടു വളർത്തുന്നതിന് പുറമെ താനെ കിളിർത്ത് വരുന്ന ഒരു ചെടി കൂടിയാണ്. എന്നാൽ ഇവ വളരുന്ന വീടുകളിൽ എപ്പോഴും സങ്കടങ്ങളും എത്ര ശ്രമിച്ചാലും കരകയറുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളുമായിരിക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താനെ കിളിർത്ത് വരുന്ന ചെടി നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ പോലും അവയെ വളരുവാൻ അനുവദിക്കരുത്. ഇത് നിങ്ങളുടെ വീടിന് ദോഷം മാത്രമേ നൽകുകയുള്ളൂ. അതുമാത്രമല്ല ഇത്തിച്ചെടി വളരുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് കണ്ണീരൊഴിഞ്ഞിട്ട് ഒരു സമയമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കുടുംബത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങളും വിചാരിക്കാതിരിക്കുന്ന സമയത്ത് ദുഃഖവാർത്തകളും സാമ്പത്തിക പ്രതിസന്ധികളും എന്ന് വേണ്ട ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനാൽ അതിർത്തി കെട്ടി തിരിക്കുവാൻ കഴിയാത്ത തരത്തിലാണ് നിങ്ങളുടെ വീട് ഇരിക്കുന്നതെങ്കിൽ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെടി നിങ്ങൾ പറിച്ചു കളയുക തന്നെ വേണം. ഇനി അഞ്ചാമതായി നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ദിശയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം ദോഷം വിതയ്ക്കുന്ന ഒരു മരമാണ് കാഞ്ഞിരമരം. പൊതുവെ വീടിൻ്റെ വടക്ക് ദിശ എന്ന് പറയുന്നത് മധുരവും പുളിപ്പുമൊക്കെയുള്ള ഫലങ്ങൾ നൽകുന്ന മരങ്ങൾ വളർത്തുവാൻ ഉത്തമമായി കണക്കാക്കപ്പെടുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കൈപ്പേറിയ ഫലങ്ങൾ നൽകുന്ന എന്തൊരു വൃക്ഷമോ ചെടിയോ ആണെങ്കിലും വടക്ക് ദിക്കിൽ നിൽക്കുന്നത് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ കാഞ്ഞിരമരമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൈപ്പേറിയ ഫലങ്ങൾ നൽകുന്ന ചെടികളോ വൃക്ഷങ്ങളോ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ദിക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉടനടി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇല്ലാത്ത പക്ഷം വീട്ടിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദിനം പ്രതി അധികരിക്കുകയും വീട്ടിലുള്ളവരുടെ കണ്ണുനീർ മാറിയിട്ട് ഒരു സമയമില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ആ ഭവനം ചെന്നെത്തുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇനി ആറാമതായി
മിക്ക വീടുകളിലും ഒരു ചെടിയെങ്കിലും നല്ല രീതിയിൽ വളർന്നു കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മരമാണ് മുരിങ്ങ മരം. എന്നാൽ വാസ്തുശാസ്ത്രമനുസരിച്ച് മുരിങ്ങ മരം വീടിൻ്റെ കിണറിനോട് ചേർന്ന് വളരുന്നത് വളരെയധികം ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് വളരെയധികം നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും ആ വീട്ടിലേക്ക് എന്തെന്നില്ലാത്ത ദുരിതങ്ങളും കഷ്ടതകളും വന്നു ചേരുവാൻ ഇടയാക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയധികം ഇഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത മുരിങ്ങ മരമാണെങ്കിലും അത് കിണറിനോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവ അവിടെ നിന്ന് പറിച്ചു മാറ്റുക തന്നെ വേണം. അതുപോലെ തന്നെ നിങ്ങൾ പുതിയതായി ഏതെങ്കിലും വസ്തു വാങ്ങുകയും നിങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാടകയ്ക്കൊക്കെ താമസിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ വാടക വീട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പിന്നീട് ആ വീടിൻ്റെ ഉടമസ്ഥർ ആ മുരിങ്ങ മരം അവിടെ നിന്ന് മാറ്റുവാൻ നിങ്ങളെ സമ്മതിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ ദോഷഫലങ്ങൾ വരുന്നത്. അതിനാൽ ഈ ഒരു കാര്യത്തിന് അത്രയധികം പ്രാധാന്യം നൽകണം. ഇനി ഏഴാമതായി, സ്ഥാനം ശരിയല്ലെങ്കിൽ ഒരു വീടിന് അത്രയേറെ ദോഷഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഒരു മരമാണ് നാരകം. വീടിൻ്റെ മുൻഭാഗത്തോ മുറ്റത്തോ വീടിനോട് ചേർന്നോ നാരകം നിൽക്കുന്ന ഒരു ഭവനമാണെങ്കിൽ അവിടെ ഒരു കാരണവശാലും മനസമാധാനവും ഉയർച്ചകളും സാമ്പത്തിക ഉന്നമനവും ഉണ്ടാകില്ല എന്നുള്ളത് അച്ചിട്ടാണ്. മാത്രമല്ല, വീടിനടുത്തായി നാരകം വളർത്തുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് ഇടവിടാതെ ആരോഗ്യ പ്രശ്നങ്ങളും വളരെയധികം മാനസിക വിഷമതകളും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥകളായിരിക്കും എപ്പോഴും ഉള്ളത്. അതിനാൽ നിങ്ങൾ ഒരു ചെറിയ ഇടഭാഗത്തിനുള്ളിൽ ഒരു വീട് പണിത് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നട്ടുവളർത്തുവാൻ തീർത്തും അനുയോജ്യമല്ലാത്ത ഒരു ചെടിയാണ് നാരകം. എന്നാൽ വീടിനോട് മാറ്റി അതിർത്തി തിരിച്ച് പറമ്പിലെവിടെയെങ്കിലും നടുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനി എട്ടാമതായി, മിക്ക ആളുകളും വീട്ടിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നതും വീട്ടിൽ വളർത്തിയാൽ ഏറ്റവും അധികം ഗുണകരമായി കണക്കാക്കപ്പെടുന്നതുമായ ഒരു മരമാണ് പുളിമരം. എന്നാൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയിൽ പുളിമരം നിൽക്കുകയാണെങ്കിൽ അത് വളരെയധികം ദോഷകരമാണ്. ആ ചെടി വളരും തോറും വീട്ടിൽ ആപത്തും അനർത്ഥങ്ങളും കണ്ണുനീർ നിറഞ്ഞ സാഹചര്യങ്ങളും ദിനം പ്രതി വർദ്ധിക്കുമെന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, എത്ര സമ്പന്നരായിരുന്നെങ്കിലും കന്നിമൂലയിൽ ഈ പുളിമരം നട്ടതിന് ശേഷം സാമ്പത്തിക നഷ്ടങ്ങളും തകർച്ചകളും ആ ഭവനത്തെ ബാധിക്കുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായം കാണുന്ന ഏതെങ്കിലും ഭവനങ്ങളിൽ കന്നിമൂലയിലാണ് പുളിമരം നിൽക്കുന്നതെങ്കിൽ ഉടനടി നിങ്ങൾ അവ വെട്ടിമാറ്റുക തന്നെ വേണം. ഇനി വളരെ വലിയ മരമല്ല, ചെടിയാണെങ്കിൽ നിങ്ങൾ അവ മാറ്റി നടുക. ഇനി ഒൻപതാമതായി, നിങ്ങളുടെ വീട്ടിൽ സ്ഥാനം തെറ്റി നട്ടുവളർത്തുവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം എന്ന് പറയുന്നത് വളരെയധികം ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നതും അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് വളരെയധികം പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ഒരു ചെടിയാണ്. എന്നാൽ ചില വീടുകളിൽ മലിനജലം ഒഴുകുന്ന സ്ഥലങ്ങളിലും അലക്കുകല്ലിൻ്റെ അടുത്തായും ബാത്റൂമിൻ്റെ അടുത്തായും ഒക്കെ ശംഖുപുഷ്പം നട്ടുവെക്കാറുണ്ട്. ഇപ്രകാരം ചെയ്യുന്നത് വളരെയധികം ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ ശംഖുപുഷ്പം നട്ടുവളർത്തുന്ന ഭവനത്തിൽ ജീവിക്കുന്നവരുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ നേരിടുകയും ആയുസ്സിന് വരെ
ആപത്താകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ആ വീട്ടിൽ മനസമാധാനം എന്താണെന്ന് പോലും അറിയുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം വൃത്തിയോടെയും കൃത്യമായ സ്ഥാനത്തും ശംഖുപുഷ്പം നട്ടുവളർത്തുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചെടി വളർത്താതെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 9 ചെടികളും കൃത്യമായ രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണീരും കഷ്ടതകളും ഒഴിഞ്ഞിട്ട് ഒരു സമയമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ചെടികൾ നട്ടുവളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം നൽകി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ ഇവ നട്ടുപരിപാലിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.